Hello everyone, welcome to Civil Tree. നമുക്ക് ഇന്ന് കേരള PSCയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ വഴിയുള്ള ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോഴ്സസ് എന്ന പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അധികം വൈകാതെ ഇതിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 2007 നമുക്ക് മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയറിന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. An example for a scalar quantity defined by its magnitude alone is. അപ്പോൾ എന്താണ് സ്കാലർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിലെന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം, എക്സെട്ര, ആക്സിലറേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ എക്സാമ്പിൾസ്. ഇനി നമ്മൾ സ്കാലർ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ സ്കാലർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ which is a quantity which is completely specified by magnitude only is known as a scalar quantity. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ എക്സാമ്പിൾ ഫോർ സ്കാലർ ക്വാണ്ടിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം ഒക്കെ നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ ആൻസർ ബി, മാസ് ആണ്. ഓപ്ഷൻ ബി, മാസ് ആണ് നമ്മുടെ സ്കാലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. Next question, forces whose lines of action meet at a point when produced are known as. ഇതും 2007 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ കോപ്ലനാർ ഫോഴ്സസ്, ഓപ്ഷൻ ബി കൺകറന്റ് ഫോഴ്സസ്, ഓപ്ഷൻ സി റിസൾട്ടന്റ് ഫോഴ്സസ്, ഓപ്ഷൻ ഡി കമ്പോണന്റ് ഫോഴ്സസ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു ടേംസ് എന്താണെന്ന് നോക്കാം. കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയുമ്പം ഇഫ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ലൈ ഓൺ സെയിം പ്ലെയിൻ, ഒരു സെയിം പ്ലെയിനിൽ തന്നെ കിടക്കുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. സെയിം പ്ലെയിനിൽ അല്ല എന്നുണ്ടെങ്കിൽ നോൺ കോപ്ലനാർ ഫോഴ്സസ് എന്ന് വിളിക്കും. അതുപോലെ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുമ്പം ഇഫ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് മീറ്റ് അറ്റ് എ പോയിന്റ്, നമ്മളുടെ ക്വസ്റ്റ്യൻ അതാണ്. ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻ മീറ്റ് അറ്റ് എ പോയിന്റ് എന്നുള്ളതാണ്. അത് കൺകറന്റ് ഫോഴ്സസ് ആണ് നമ്മൾ പറയുക. നോൺ കൺകറന്റ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യാത്ത അങ്ങനത്തെ ഫോഴ്സസ്, ലൈൻസ് ഓഫ് ആക്ഷന് സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യാത്ത ഫോഴ്സസിനെ നമ്മൾ നോൺ കൺകറന്റ് ഫോഴ്സസ് എന്നാണ് വിളിക്കുക. അതുപോലെ കൊളീനിയർ ഫോഴ്സസ് ഉണ്ട്, ഒരു സെയിം ലൈൻ ഓഫ് ആക്ഷൻ തന്നെ ഉള്ളതാണ് നമ്മൾ കൊളീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള റിസൾട്ടന്റ് ഫോഴ്സസ്, കമ്പോണന്റ് ഫോഴ്സസ് ഒക്കെ നമുക്ക് നോർമലി നമ്മൾ കാണുന്നതാണ്. റിസൾട്ടന്റ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫോഴ്സ് ഇങ്ങനെ, ഇതിപ്പോൾ വരെയൊന്നും ശരിയായിക്കൊള്ളുന്നില്ല, നമ്മളുടെ ഫോഴ്സസ് രണ്ടും ഇങ്ങനെ വരച്ചാൽ നമ്മൾ പാരലോഗ്രാം ലോയിൽ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് റിസൾട്ടൻ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അതുപോലെ കമ്പോണൻ്റ് ആക്കി തിരിക്കുന്നത്, ഒരു ഫോഴ്സിനെ നമ്മൾ രണ്ട് കമ്പോണൻ്റ്, എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ് ആക്കിയിട്ട് തിരിച്ചിട്ട് ആർ കോസ് തീറ്റ, ഇതിൻ്റെ പേര് എൽ അല്ലെങ്കിൽ പി ആണെങ്കിൽ പി കോസ് തീറ്റ, പി സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കുന്ന ആ ഫോഴ്സസിനെയാണ് കമ്പോണൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, കൺകറന്റ് forces ആണ്. The forces whose lines of action meet at a point when produced are known as concurrent forces എന്നാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the couple of two unlike parallel forces produce. ഇത് 2007 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടു കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്ത് ചെയ്യുന്നു? ടു unlike parallel forces equal in magnitude separated by distance constitute a couple. അപ്പം അൺലൈക്ക് ആയിട്ടുള്ള പാരലൽ ഫോഴ്സസ്, അത് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള രണ്ട് അൺലൈക്ക് പാരലൽ ഫോഴ്സസ് എന്ത് ചെയ്യും? അതിന് ഡിസ്റ്റൻസ് ഒരു ഡി ഡിസ്റ്റൻസും ആണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് പി, ഇതും പി. അപ്പോൾ ഇതിന് എന്താണ് ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് കപ്പിൾ. ഇതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതിൻ്റെ ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ലീവർ ആം അല്ലെങ്കിൽ ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കപ്പിൾ എം ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് ഹിയർ ദ നെറ്റ് ഫോഴ്സ് ഇസ് 0. ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ് അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ളതാണെന്നാണ്. അതുപോലെ ഈക്വൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് അതിന് എന്താണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അതിൽ ഇത് ട്രാൻസ്ലേഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഇവിടെ റൊട്ടേറ്ററി മോഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഓപ്ഷൻ ഡി, റൊട്ടേറ്ററി മോഷൻ ആണ് ആൻസർ.
So next question, a number of forces acting simultaneously on a particle of a body. This 2008 ചോദിച്ച question ആണ്. Option A may not be replaced by a single force, may be replaced by a single force, may be replaced by a couple, may be replaced by a force through the center of gravity of the body. അപ്പോൾ എന്താണ് ഒരു കോപ്ലാനാർ ഫോഴ്സസ് കുറേ കോപ്ലാനാർ ഫോഴ്സസ് ഒരു ബോഡി തന്നെ റിജിഡ് ബോഡി തന്നെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആ രണ്ട് ഫോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ബോഡിയിൽ ഇങ്ങനെ 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 ഒക്കെ അങ്ങനെ പല ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിനെ നമ്മളൊരു എന്താ പറയുക റെക്റ്റാങ്കിൾ രൂപത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്താണ് റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനെ നമ്മൾ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നതിനെ നമ്മൾ അതിൻ്റെ സിംഗിൾ ഫോഴ്സ് ആയിട്ട് വരുന്നതായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മേ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ ഫോഴ്സ് എന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. If two equal forces of magnitude P act at an angle theta, then their resultant will be. നമുക്ക് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to root of P square plus Q square plus 2PQ cos theta എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പിയും ക്യൂവും ഈക്വൽ ആണെന്ന്, ടു ഈക്വൽ ഫോഴ്സസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി ക്യൂവിൻ്റെ സ്ഥാനത്തൊക്കെ പി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2P cos theta by 2 എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്താണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ cos theta എന്നുള്ളതിനെ നമ്മൾ എന്താക്കും, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് 2P സ്ക്വയർ പ്ലസ് cos theta എന്നുള്ള തരത്തിൽ എഴുതും. അത് നമുക്ക് 2P സ്ക്വയർ പുറത്തെടുക്കാൻ പറ്റും, അതിൽ 1 പ്ലസ് cos theta എന്ന് എഴുതാൻ പറ്റും. അതിൽ 2P സ്ക്വയർ ഈ 1 പ്ലസ് cos theta എന്നുള്ളതിന് നമുക്ക് 2 cos square theta by 2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ റൂട്ട് ഓഫ് 4P സ്ക്വയർ cos square theta by 2 എന്നുള്ളത് ചെയ്താൽ 2P cos theta by 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the gravitational acceleration at any place is doubled, the weight of the body will be. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ടു 0, ഡബിൾഡ്, റെഡ്യൂസ് ടു ഹാഫ്, നോട്ട് അഫക്റ്റഡ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് അറിയാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതായത് W is equal to mg എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ, അതായത് G ഡബിൾ ചെയ്താൽ വെയിറ്റ് എന്താവും എന്നാണ് ചോദിച്ചത്. അപ്പോൾ G ഡബിൾ ചെയ്താൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഓൾസോ ഗെറ്റ്സ് ഡബിൾഡ്. സോ ഡബിൾഡ് എന്നതാണ് ആൻസർ. Next question, the resultant of two forces P and Q acting at an angle theta makes an angle alpha with P, then tan alpha is given by. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ ഒരു P ആൻഡ് Q അങ്ങനെ രണ്ട് എന്താണ് ഫോഴ്സസ് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുമ്പോൾ ഒരു പാരലോഗ്രാം രൂപത്തിലേക്ക് വരച്ചാൽ പിന്നെ അതിനെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇവിടെ വരച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ ഇതിനെ റിസോൾവ് ചെയ്യാം. അതായത് ഇതിനൊരു ഇതിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ Q cos theta വരും അല്ലേ. ഇത് ഈ Q എന്ന് പറയുന്ന ഈ ഇത് തന്നെയാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. ഈ സെയിം ഇതെന്ന് പറയുന്നത് Q തന്നെയാണ്. അപ്പോൾ ആ Qവിൻ്റെ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്, ഈ ഒരു ആംഗിളാണ്. അപ്പോൾ അതായത് ഈ ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ഇത് Q cos theta ആവും, ഇത് Q sin theta ആവും. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ റിസോൾവ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഇഫ് അറ്റ് an angle theta makes an angle resultant of two forces, ആ റിസൾട്ടൻ്റ് വിത്ത് P മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ആണ്. സോ ടാൻ ആൽഫ എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ടാൻ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് അല്ലേ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു Q sin theta, ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ Q sin theta by P plus
ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? നമ്മളുടെ ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, so next question, Varignon's theorem of moment states that option A, algebraic sum of all moments is 0. Option B, algebraic sum of all moments is equal to the moment of the resultant about center of gravity. Option C, moment of a force is equal to the sum of moments of its components. Option D, sum of all moments is equal to the resultant couple. അപ്പോൾ നമുക്ക് Varignon's principle അല്ലെങ്കിൽ principle of moments എന്താണ് പറയുന്നതെന്ന് നോക്കാം. Principle of moments states that the moment of a resultant of a number of forces about any point is equal to the algebraic sum of the moments of all the forces of the system about the same point. According to Varignon's principle, the moment of a force about any point is equal to the algebraic sum of the moments of its components about that point. അപ്പോൾ നമുക്ക് ഒരു രണ്ട് ഫോഴ്സസ് ഉണ്ട്, അതിൻ്റെ റിസൾട്ടൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ആ പോയിന്റിൽ വെച്ചിട്ട് രണ്ട് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് പെർപെൻഡിക്കുലർ അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ വരുന്ന ആ മൊമെന്റ്, ആ ഫോഴ്സ് ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് വരുന്ന ആ മൊമെന്റ്, ആ രണ്ടിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റിൻ്റെ മാത്രം നമ്മൾ ഈ ഒരു മൊമെന്റ് എടുക്കുന്ന ആ പോയിന്റ് വെച്ചിട്ടുള്ള മൊമെന്റ് എടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് വാരിഗ്നൻസ് തിയറം പറയുന്നത്. അതായത് ആർ ഡി ഇസ് ഈക്വൽ ടു F1 d1 plus F2 d2 എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ സി, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ് എന്നുള്ളതാണ് വാരിഗ്നൻസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഏതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തത്? അപ്പോൾ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് നോക്കാം. സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, if a force it is a force which has total work done in moving a particle is independent of the path taken. So for a closed loop, work done by a conservative force is 0. All central forces are conservative forces. Example, gravitational force, spring force, magnetic force, electrostatic force. ഇതൊക്കെ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഫോഴ്സ് ഹൂസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ പാർട്ടിക്കിൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ പാത്ത് ടേക്കൺ. നേരത്തെ കൺസർവേറ്റീവ് ഫോഴ്സിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ടേക്കൺ ആയിരുന്നു. ഇവിടെ നോൺ കൺസർവേറ്റീവിൽ ഡിപ്പെൻഡന്റ് ഓൺ ദ പാർട്ട് ടേക്കൺ ആണ്. സോ ഫോർ ക്ലോസ് ലൂപ്പ് വർക്ക് ഡൺ വിൽ നോട്ട് ബി 0. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ ഡ്രാഗ് ഒക്കെയാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ല കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തത് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് എ ആൻഡ് ബി ആക്ടിങ് അറ്റ് an angle alpha makes the angle theta with A, then നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണ് നമ്മളിത് ചെയ്യുക. സോ അതിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആൽഫയും അതുപോലെ റിസൾട്ടൻ്റ് തമ്മിലുള്ള ആംഗിളിനെ തീറ്റ എന്നുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ബി സൈൻ ആൽഫ ബൈ എ പ്ലസ് ബി കോസ് ആൽഫ എന്നുള്ളതായിരിക്കും. അപ്പോൾ നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the resultant of all forces acting on a particle is 0, the particle is said to be in. എന്താണ് റിസൾട്ടൻ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ പാർട്ടിക്കിൾ എവിടെ, ഇങ്ങനെയാണ്, ഇക്വിലിബ്രിയത്തിലാണോ, ഇക്വിലിബ്രിയത്തിലാണോ, സ്റ്റഡി സ്റ്റേറ്റിലാണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ഇക്വിലിബ്രിയം എന്നുള്ളതാണ് ആൻസർ അല്ലേ. ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ പാർട്ടിക്കിൾ 0 ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക. സോ അത് ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ് നമ്മൾ പറയുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, moment of a force about an axis equal to the sum of the moments of its components about the same axis. ഇത് ഏതാണ്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ വാരിഗ്നൻസ് തിയറം അല്ലേ. ഓപ്ഷൻ സി വാരിഗ്നൻസ് തിയറം ആണ്. moment of force about an axis is equal to sum of the moments of its components about the same axis.
Next question, the unit of force in SI system of units. എന്താണ് SI സിസ്റ്റമിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ സി ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ഇതൊന്ന് നോക്കാം. ഡൈൻ എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? CGS സിസ്റ്റമിലുള്ളതാണ്. പിന്നെ അതുപോലെ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് MKS സിസ്റ്റമിലാണ്. പിന്നെ വാട്ട് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അല്ല അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് FPS സിസ്റ്റത്തിൽ പൗണ്ടൽ എന്ന് പറയുന്നത്, അതുപോലെ SI സിസ്റ്റമിൽ നമ്മൾ ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. ഓക്കെ, so next question, the resultant of two equal forces F acting in opposite direction will be. എന്താണ്? സെയിം ഈക്വൽ ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പം എന്തായിരിക്കും റിസൾട്ടന്റ്? റിസൾട്ടന്റ് വിൽ ബി 0. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Then the set of forces whose resultant is 0 are known as. എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള സെറ്റ് ഓഫ് ഫോഴ്സസിനെ നമ്മൾ എന്ത് പറയും? They are said to be in equilibrium, അല്ലേ? Equilibrium forces എന്നാണ് പറയുന്നത്. Okay, the system of coplanar forces is in equilibrium when ഇതിൽ കുറച്ച് ഫോഴ്സ് പോളിഗൺ ക്ലോസസ്, ഫ്യൂണിക്കുലർ പോളിഗൺ ക്ലോസസ്, both force polygon and funicular polygon clauses, all the forces are coplanar concurrent. അപ്പം ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ഫോഴ്സ് പോളിഗൺ എന്താണ്, ഫ്യൂണിക്കുലർ പോളിഗൺ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് പോളിഗൺ ഹൂസ് സൈഡ്സ് taken in order represents in magnitude and direction of a system of force in equilibrium. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് പോളിഗൺ എന്ന് പറയുന്നത്? ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണ്. അതിൽ സൈഡ്സ് എന്ന് പറയുന്നത് അത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലുള്ള ഇതിൽ വെച്ചിട്ടുള്ളതാണ് ഫോഴ്സ് പോളിഗൺ എന്ന് പറയുന്നത്. ഫ്യൂണിക്കുലർ പോളിഗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഓർ ക്ലോസ്ഡ് ഫിഗർ ദാറ്റ് നോട്ട് നെസസറിലി പ്ലെയിൻ and that is formed by a rope or cord acted upon at a number of points by forces acting in various directions. അതുപോലെ the funicular polygon constructed on the line of action of the forces must be closed for rotational equilibrium. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ഓഫ് കോപ്ലാനാർ ഫോഴ്സസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ബോത്ത് ഫോഴ്സ് പോളിഗൺ ആൻഡ് ഫ്യൂണിക്കുലർ പോളിഗൺ ക്ലോസസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ എന്താണ് ഫോഴ്സ് പോളിഗണും ഫ്യൂണിക്കുലർ പോളിഗണും ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the diagram showing the point of application and line of action of forces in their plane is called. എന്താണ് ഇതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ വെക്ടർ ഡയഗ്രാം, ഓപ്ഷൻ ബി സ്പേസ് ഡയഗ്രാം, ഓപ്ഷൻ സി ഫോഴ്സ് ഡയഗ്രാം, ഓപ്ഷൻ ഡി ഫ്യൂണിക്കുലർ ഡയഗ്രാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡയഗ്രാം ഷോയിങ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ ദർ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ ഡയഗ്രാംസിൻ്റെ ഒന്ന് പേരും ജസ്റ്റ് നോക്കി നോക്കാം. ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്രാം ഷോയിങ് all the forces acting on an object, the force direction and magnitude. അതുപോലെ സ്പേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഡയഗ്രാം ഷോയിങ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഇൻ ദെയർ പ്ലെയിൻ. അതുപോലെ വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഡയഗ്രാം ദാറ്റ് depicts a direction and relative magnitude of a vector quantity by a vector arrow. അപ്പോൾ സ്പേസ് ഡയഗ്രാം ആണ് അല്ലേ? ഡയഗ്രാം ഷോയിങ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ് ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഇൻ ദെയർ പ്ലെയിൻ എന്ന് പറയുന്നത് അത് സ്പേസ് ഡയഗ്രാം ആണ്. ഓപ്ഷൻ ബി സ്പേസ് ഡയഗ്രാം ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്താണ്? പ്രഷർ അല്ലേ? പ്രഷർ എന്നാണ് is the force applied perpendicular to the surface of an object per unit area over which that force is distributed. Okay, next question, physical quantity having both magnitude and direction is called. എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഓപ്ഷൻ സി വെക്ടർ. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് ടോർക്ക് ഇൻ SI സിസ്റ്റം. എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ആർ സൈൻ തീറ്റ അല്ലേ? ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ലിവർ ആം ആണ്. സോ യൂണിറ്റ് ഓഫ് ടോർക്ക് ഇൻ SI സിസ്റ്റം എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ഓപ്ഷൻ ബി ന്യൂട്ടൺ മീറ്റർ ആണ് ആൻസർ. Next question, concurrent forces are those forces whose lines of action. Concurrent forces എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? Forces lines of action meet at one point എന്നുള്ളതാണ് concurrent forcesന്റെ definition. So next question, the angle between two forces
when the resultant is maximum and minimum is. എന്താണ് നമ്മൾ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം r is equal to root of p square plus q square plus 2pq cos theta എന്നുള്ളതാണ്. അപ്പോൾ ആ r എന്താണ് മാക്സിമം എപ്പോഴാണ് മിനിമം എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ cos theta മാക്സിമം ആവുമ്പോഴാണ് r മാക്സിമം ആവുന്നത്, cos theta മിനിമം ആവുമ്പോൾ r മിനിമം ആവും. അപ്പം cos theta മാക്സിമം ആവുന്നത് തീറ്റ 0 ആവുമ്പോഴാണ്, തീറ്റ 180 ഡിഗ്രി ആവുമ്പോഴാണ് cos theta മിനിമം ആവുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 0 degree and 180 degree. Going to the next question. Two forces are acting at an angle 120 degree. The bigger force is 40 Newton and the resultant is perpendicular to the smaller one. The smaller force is. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് റിസോൾവ് ചെയ്തിട്ട് എഴുതി വരച്ച് ഇങ്ങനെ നോക്കാം. അതായത് രണ്ട് ഫോഴ്സസ് തന്നിട്ടുണ്ട്, രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മളിതിങ്ങനെ ഇങ്ങനെ റിസോൾവ് ചെയ്യും, പാരലോഗ്രാം ഇതിൽ വരയ്ക്കുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. സ്ട്രെയിറ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ വരയ്ക്കും. റിസൾട്ടൻ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റിസൾട്ടൻ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സ്മോളർ വൺ എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നേരെ ആയിട്ടാണ് വരിക. അപ്പോൾ കുറച്ചും കൂടി ഇതിങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഈ ഭാഗമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഇത് ചെറിയ ഫോഴ്സ് ഇവിടെ എഫ്, ഇത് നമുക്ക് തന്നിട്ടുള്ള ബിഗർ ഫോഴ്സ് ആണ്, അതായത് 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട്. ഇതാണ് റിസൾട്ടൻ്റ്. ഓക്കെ, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ സ്മോളർ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് അറിയുന്നത്? നമുക്ക് അറിയേണ്ടത് സ്മോളർ വൺ ആണ്, സ്മോളർ ഫോഴ്സ് എത്രയാണെന്നാണ് അറിയേണ്ടത്. സോ നമുക്ക് അറിയാവുന്ന ഒരു സാധനം ഈ ഒരു ആംഗിൾ വെച്ചിട്ട് നമുക്ക് നേരത്തെ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പി സൈൻ തീറ്റ ബൈ ക്യൂ പ്ലസ് പി കോസ് തീറ്റ എന്നുള്ള നമ്മൾ നേരത്തെ റിസോൾവ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ വരുന്നത്? അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ടാൻ 90. ഈ ടാൻ 90 എടുക്കുമ്പോൾ അതെന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഇത് 40 സൈൻ, ഇതെന്ന് പറയുന്നത് 40 ന്യൂട്ടൺ എന്നുള്ള ഇതാണ് 40 ന്യൂട്ടൺ. അപ്പോൾ ഇത് 90 ആണ്. ഇത് 40 90 എഫ് പ്ലസ് 40 സൈൻ 120 ബൈ എഫ് പ്ലസ് 40 കോസ് 120 എന്നുള്ള തരത്തിലാണ് നമുക്ക് ആൻസർ വരിക. അത് നമ്മൾ റിസോൾവ് ചെയ്ത് ആൻസർ ചെയ്യുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി 20 ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ. സോ നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ.